പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു പരാതി മേയർക്ക് കിട്ടിയത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതികൾ ആ ഗാന്ധി പാർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് നടത്തുന്ന ആള് ഒരു കാറിന് 750 രൂപ വാങ്ങിച്ചു വാടക ഒരു ദിവസം ഇടുന്നു. ആലോചിച്ച് നോക്കുക, 750 രൂപ ഒരു കാർ ഒരു ദിവസം ഇടുന്നതിന്. അപ്പോ രാത്രി 12:30 മണിക്കാണ് ഈ വിവരം. 12:30 മണിക്ക് സിറ്റിയുടെ പല ഭാഗത്തും ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ എന്നൊക്കെ അറിയാനും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1 മണിക്ക് തന്നെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി, പുത്തരിക്കണ്ടത്തെത്തി. പുത്തരിക്കണ്ടത്ത് എത്തിയതിന് ശേഷം ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തു. ആ വ്യക്തിയെ വിളിച്ചുണർത്തി, അദ്ദേഹം രാത്രി 1 മണിക്ക് വിളിച്ചുണർത്തി അദ്ദേഹത്തുമായി സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു 750 രൂപയാണ് കാറിന് വാങ്ങിച്ചത്. ഞാൻ അദ്ദേഹത്തിന് ചെയ്യുന്ന ഒറിജിനൽ റെസിപ്റ്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥയിൽ ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺട്രാക്ടർ വാങ്ങിയതാണ്. ഒരു ദിവസം എനിക്ക് 750 രൂപ കാറിന് KL വെഹിക്കിൾ നമ്പർ 9223 9223 എന്ന് പറയുന്ന ബെലനോ കാറിന് വാങ്ങിയത് 780 രൂപയാണ്. അപ്പോ അവിടെ വന്ന വാഹനങ്ങൾക്കൊക്കെ ഞങ്ങൾ നേരത്തെയും ഗാന്ധി പാർക്കിന്റെ പേരിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ കൃത്യമായ തെളിവുകൾ തേടി നടക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആലോചിച്ചിട്ട് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതികൾ കൊടുത്ത കോൺട്രാക്ടിന്റെ ഒക്കെ കോപ്പി ഞങ്ങൾ ഇന്ന് എടുത്തു. ഇന്നലെ പൊങ്കാല കഴിഞ്ഞ രാവിലെ തന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാധാകൃഷ്ണന്റെ പേരിലാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. മണക്കാട് ഭാഗത്തുള്ള രാധാകൃഷ്ണന്റെ പേരിലാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കോർപ്പറേഷനുമായി ചേർന്നുള്ള കരാറുകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് കോർപ്പറേഷന്റെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2023 തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി. ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ 3ാമത്തെ ഗഡു കോർപ്പറേഷൻ അടയ്ക്കാത്തതുകൊണ്ട് 2023 തന്നെ രാധാകൃഷ്ണന്റെ കോൺട്രാക്ട് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. അതേ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജോലിക്കാരുമാണ് ഇപ്പോഴോടെ പണം പിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കരാറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കിടക്കുക. അപ്പോൾ ഇന്ന് ഇപ്പോ നിലവിൽ അദ്ദേഹം കോൺട്രാക്ട് ഞങ്ങൾ ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വ്യക്തിയെ ഗാന്ധി പാർക്കിൽ നിന്ന് പുറത്താക്കണമെന്നും 2023 മുതൽ അനധികൃതമായി പണപ്പിരിവ് നടത്തി തെളിവ് ഉൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ക്രിമിനൽ കേസ് എടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇനി മുതൽ കോൺട്രാക്ടർമാരല്ല, ഞങ്ങളൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഈ പണം വാങ്ങിച്ചവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, 750 രൂപ വാങ്ങിച്ചവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ കത്ത് കൊടുക്കുകയാണ് കോർപ്പറേഷൻ. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോ ലേലം ചെയ്യുന്നതിന്റെയൊക്കെ സമയം വരുന്നത് വരെ കോർപ്പറേഷൻ തന്നെ നേരിട്ടൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്, ഗാന്ധി പാർക്കിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 24 മണിക്കൂറിനുള്ളിൽ, അതായത് ഐരാണിമുട്ടത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് 1:30-2 മണിക്കാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല ഭാഗങ്ങളിലും പാർക്കിങ്ങിന്റെ പേരിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ കൊള്ള നടത്തുന്ന 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ 100 കണക്കിന് അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. SMV സ്കൂളൊക്കെ ചോദിച്ചപ്പോൾ മുമ്പ് പൊങ്കാലയിടാൻ വരുന്നവരൊക്കെ 1000 രൂപയൊക്കെ വാങ്ങുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് വരുന്നവരായതുകൊണ്ടും അവർക്കൂടെ ലോക്കലി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും എന്റെ പണ്ടും പറയുന്നത് ഈ 750 രൂപ റെസിപ്റ്റ് എന്റെ തന്ന വ്യക്തിക്ക് തന്നെ ഭയമാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ സാധിക്കുമോ, കാർ എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ്. അപ്പോ മേയർ വന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നത്. ഇതിവിടെ SMV സ്കൂളിൽ അവർക്ക് ഈ സംഭവത്തിന് ശേഷം അവിടെ ബസ് ഇട്ടിരിക്കാൻ ഭയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നഗരത്തിന്, ഒരു പ്രദേശത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ തിരക്കിനിടെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നടക്കുന്ന മുഴുവൻ പാർക്കിംഗ് ഏരിയകളെ കുറിച്ചും ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ലൈസൻസിന് വിധേയമായിട്ട് മാത്രമേ
പാർക്കിംഗ് ഏരിയകൾ അനുവദിക്കുകയുള്ളൂ. പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെ ഹൈക്കോടതിയൊക്കെ പറയുന്നുണ്ട്, അവിടെ വെള്ളം ഉണ്ടാകണം, വെളിച്ചം ഉണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ ഉണ്ടാകണം, സെക്യൂരിറ്റി ഉണ്ടാകണം, കോർപ്പറേഷൻ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ആയിരിക്കണം. ഇതൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു 13 വർഷം മുമ്പ് ശബരിമലയിൽ ടോളിന്റെ പേരിൽ ഒരു വലിയ പിരിവുണ്ടായിരുന്നു. ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളൊരു 15 ദിവസം കൊണ്ട് ആ ടോളിന്റെ പേരിലുള്ള കൊള്ള, രാഷ്ട്രീയ സമരവും ഹൈക്കോടതി സമീപിച്ചു. ഇന്നിപ്പോൾ അവിടെ ടോൾ പിരിവില്ല. അപ്പൊ അതുകൊണ്ട് പാർക്കിങ്ങിന്റെ പേരിൽ പല സ്ഥലത്തും കൊള്ളകളാണ് നടക്കുന്നത്. ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഡെപ്യൂട്ടി മേയറെ ഒരു കോൾ ചെയ്താണ് പറഞ്ഞത്. ഡെപ്യൂട്ടി മേയർ ഉടൻ തന്നെ ഞാനതാണ് പറഞ്ഞത്, എല്ലാ പാർക്കിങ്ങിലേക്ക് ബക്കറ്റുകളെ കുറിച്ച് അന്വേഷണം നടത്തി. ഇന്നലെ ഇപ്പം ഇതെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ രാവിലെ എത്തിയല്ലേ ഉള്ളൂ. എനിക്ക് രാവിലെ കേന്ദ്രമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തും. ഞങ്ങൾ എല്ലാ ലിസ്റ്റ് എടുക്കും. ഇന്നലെ വരെ, അതായത് ഈ ഭരണസമിതി ചുമതലയിൽ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കടമ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് കൃത്യമായിട്ട് പഠിച്ച് വളരെ വലിയ കഠിനാധ്വാനം ചെയ്ത് ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ബഡ്ജറ്റിനെ തുടർന്ന് അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാല തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഗാന്ധി പാർക്കിലെ ക്രമക്കേട് കണ്ടുപിടിച്ച് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് നടപടികൾ ആരംഭിച്ചു, പുറത്താക്കിയാണ്. ഇനി ഞങ്ങൾ ഈ മാർച്ച് മാസം തീരുന്ന കരാറുകളൊക്കെ തന്നെ എല്ലാ കരാറും പരിശോധിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ നേരത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓരോന്നായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഒരു കോർപ്പറേഷൻ നടപടി എടുക്കുമ്പോൾ എല്ലാ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള ഒരു ഡിലേ ചില കാര്യങ്ങൾക്കുണ്ടാകും. പക്ഷേ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും സബ്ലീസ് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ വേണ്ടി എടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, എടുത്ത വ്യക്തി തന്നെയാണോ നടത്തുന്നത്, അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലാണോ നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാം പരിശോധിക്കുകയാണ്. അതൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. എനിക്ക് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, പല സംഭവങ്ങളും അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂറിൻ ഷെഡിന് യൂറിനേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പൈസ വാങ്ങിച്ചു വന്നിട്ട് ഇന്നൊക്കെ ചില ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പോൾ ഇതില് പിന്നെ താങ്കൾ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച വരുന്നുണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഈ പറയുന്ന കോർപ്പറേഷന്റെ ഭരണസമിതി എന്നുള്ളതിലുപരി വേറൊരു ആംഗിളുണ്ട്. അതായത് ഇപ്പൊ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളതിന് അനന്തമായ സാധ്യതകൾ തിരുവനന്തപുരത്ത് ആരാധനാലയങ്ങളിലേക്ക് തീർത്ഥാടകർ വരുമ്പോഴേക്കും തിരുവനന്തപുരം അവരെ സ്വാഗതം ചെയ്യണം. ഇപ്പൊ കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിൽ പോയപ്പോഴേക്കും ജനങ്ങൾക്ക് ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ള ഒരു വ്യക്തി അവിടെ വന്നാലും അവർക്ക് അതിനനുസരിച്ചുള്ള ഇപ്പൊ ഷെയർ ടാക്സി, അതുപോലെ തന്നെ റിക്ഷകൾ, പിന്നെ വിമാനത്തിലൊക്കെ വരുന്നവർക്ക് എയർപോർട്ടിൽ ആവശ്യമായ സൗകര്യം. അപ്പോൾ ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ള വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതിലൂടെ ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ വ്യത്യാസം ഉണ്ടായി, ഒരുപാട് തൊഴിൽ സാധ്യതകൾ രൂപപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള മനസ്സോടുകൂടി ജനതയെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം തിരുവനന്തപുരത്തുണ്ടാകും. എങ്കിൽ മാത്രമേ തിരുവനന്തപുരം വളരുകയുള്ളൂ. ആ ഒരു വലിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു കരാറുകാരനെ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, നിയമവിരുദ്ധമായെല്ലാം മാറ്റണം. അപ്പോൾ അങ്ങനെ വലിയൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അത് കോർപ്പറേഷൻ മാത്രം ചെയ്യേണ്ടതല്ല, ജില്ലാ ഭരണകൂടം, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ, ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ട പരിമിതമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യും.